പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ, എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ എത്ര ഭാഗ്യവതിയാണ്. ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിക്കുകയും ഞങ്ങൾക്ക് ദാനമായി നൽകുകയും ഞങ്ങളുടെ ജീവിതത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തുവല്ലോ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പൂർണ്ണ ഹൃദയത്തോടെയും കണ്ണീരോടെയും ഞങ്ങളിതാ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങൾക്ക് വഴികാട്ടിയായി അമ്മ കൂടെ നിൽക്കണമേ. അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥതയുടെ ശക്തിയാൽ ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പാപത്തെ വെറുത്തുപേക്ഷിച്ച് ദൈവത്തെ തേടിയെത്തിയിരിക്കുന്ന ഞങ്ങളെ ഈശോയുടെ ഹൃദയത്തോട് അമ്മ ചേർത്തു വയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളും വേദനകളും അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. സങ്കടങ്ങൾ നിറഞ്ഞ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. മുട്ടുവേദനയാൽ ഭാരപ്പെടുന്ന രോഗികളെ അമ്മ സൗഖ്യപ്പെടുത്തണമേ. ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കൾക്ക് വിടുതലും സൗഖ്യവും കൊടുക്കണമേ. കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന രോഗികൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, വയറ്റിലുണ്ടാകുന്ന മുഴകൾ മൂലം കഷ്ടപ്പെടുന്ന ഓരോ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ശരീരത്തിലെ എല്ലാ വേദനകളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ. തല മുതൽ ഉള്ളം കാലുവരെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ മുദ്രയിട്ട് കൊള്ളണമേ. അമ്മേ മാതാവേ, ഷുഗറിൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു. തക്ക സമയത്ത് അമ്മ ഇടപെടണമേ. ഓരോ മക്കളുടെയും രോഗാവസ്ഥകളിൽ നിന്ന് അമ്മ പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളെയും ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. രോഗസൗഖ്യം കൊടുക്കണമേ. ഈശോനാഥ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വർഗം തുറന്ന് ഇറങ്ങി വരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളെ കൈവിടരുതേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല. എന്തെന്നാൽ അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ഈശോ ആദ്യ അത്ഭുതമായി കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയത്. ആ മാധ്യസ്ഥതയുടെ ശക്തിയാലാണ് ആ കുടുംബത്തെ വലിയൊരു ദുഃഖത്തിൽ നിന്ന് അമ്മ രക്ഷിച്ചത്. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേദനകൾ നിറഞ്ഞ, സങ്കടങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിലേക്ക് അമ്മ കടന്നു വന്ന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ഈശോനാഥ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാൻ അങ്ങ് ഞങ്ങൾക്കായി പണിതുയർത്തുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, കുടുംബത്തിൽ വസിക്കുന്ന ഓരോ മക്കളെയും അമ്മയിലേക്ക് ഞങ്ങൾ നൽകുകയാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയുടെ വേളയിൽ അമ്മ ആ മക്കളെ ഒന്ന് തൊടയണമേ. ആ മക്കളുടെ എല്ലാ വേദനകളെയും മാറ്റിക്കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. അവരുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ രോഗപീഠകളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുടുംബജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. ഈ ലോകമോഹ സുഖങ്ങളിൽ അകപ്പെട്ടു പോകാതെ ദൈവത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മ പഠിപ്പിക്കണമേ. അമ്മേ മാതാവേ, അമ്മ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിൽ
ഭാവത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തണമേ. അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അമ്മ അവർക്കായി കരുതിക്കൊള്ളണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജോലി മേഖലകളെ അമ്മ അനുഗ്രഹിക്കണമേ. അവരുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലെ യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലുമെല്ലാം അമ്മ കരുതലും സംരക്ഷകയുമായി കൂടെ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. തിരുക്കുടുംബത്തിൻ്റെ എല്ലാ അനുഗ്രഹവും അവരുടെ കുടുംബത്തിലേക്ക് അമ്മ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും സംരക്ഷണവും കാവലും നിൽക്കണമേ. അവരുടെ ഓരോരുത്തരുടെയും ആവശ്യ നേരത്ത് അമ്മ അവർക്ക് വഴികാട്ടിയായി കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഒറ്റപ്പെടലിൻ്റെ വേദനകൾ അനുഭവിക്കുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് സഹായമായി, കരുതലായി, സംരക്ഷകയായി, മക്കളായി, മരുമക്കളായി, കൊച്ചുമക്കളായി, അവർക്ക് വേണ്ടപ്പെട്ടവരായി അമ്മ എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഒരു കുഞ്ഞു പോലും ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിപ്പാൻ അമ്മ അവരെ വിട്ടുകൊടുക്കരുതേ. അവർക്ക് സംരക്ഷണം നൽകണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അമ്മയുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അവരുടെ വേദനകളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. അവരുടെ ദുഃഖങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. അവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ അറിഞ്ഞ് അമ്മ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ശക്തമായി തിരുക്കുമാരനോടമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോടമ്മ ഇടപെടാതെ മാധ്യസ്ഥം വഹിച്ച് ഞങ്ങൾക്ക് സംരക്ഷകയായി കൂടെ നിൽക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.